താഴെ വീണ് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ ആരുമില്ല. ചാടാൻ നിങ്ങൾ തയ്യാറാണോ? 1000 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രം. ഇതാണ് ആ വഴി. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തൃപ്പരപ്പിനടുത്തുള്ള സിതറാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടൊരു വാട്ടർഫാൾസ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കെല്ലാവർക്കും അറിയായിരിക്കും ഈ വാട്ടർഫാൾസിനെ കുറിച്ച്, ആൾക്കാർ പോകാറുമുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അതിനടുത്തുള്ള സിതറാലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് എന്നോട് കണ്ണനുണ്ട്, അല്ലാതെ 2 പയ്യന്മാരുണ്ട്. അവന്മാർ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അവന്മാരെ കാണാനില്ല. ശരിക്കും നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ കേട്ടോ, കളയിക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം തമിഴ്നാടായിട്ടുണ്ട്. റോഡിൻ്റെ അവസ്ഥ കേരളത്തിൻ്റെ റോഡ് കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം, അടിപൊളി നല്ല റോഡായിരുന്നു. എന്താ അവന്മാരെയും കാണാനില്ലല്ലോ ഭഗവാനെ. കാണാതെ പോയ 2 പയ്യന്മാരെ കണ്ടു കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. നീ കാണുന്ന ഫ്ലൈ ഓവർ കയറി വേണം നമ്മളെ സ്ഥലത്തോട്ട് പോവാൻ. ശരിക്കും നമ്മളിപ്പോൾ തമിഴ്നാടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ പോകുന്ന റോഡൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ കേരളത്തിലുള്ളതുപോലെയാണ് തോന്നുന്നത്. നമ്മളെ വീടിന് ചുറ്റുപാടൊക്കെ എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ എൻട്രിയിലെത്തിക്കുകയാണ്, ചിതറാൽ മലൈക്കോയിൽ. അപ്പോൾ ഏതോ ഒരു കോവിലാണ് അവിടെ എൻ്റെ മേളിൽ. ശരിക്കും ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് സിതറാലി എന്നാണ്. ശരിക്കും സി അല്ല കേട്ടോ, ചിതറാലിയാണ്. ചാ നമുക്ക് ഇങ്ങോട്ടാണോ പോകേണ്ടത്? പയ്യൻ്റെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സ്ഥലം എത്തിയിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ആണെന്ന് തോന്നുന്നു എൻട്രി. അവിടെ ഒരു ഗേറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് സ്ഥലം കണ്ടില്ലേ നിങ്ങൾ? പക്ഷേ പയ്യൻ്റെ ഗൂഗിൾ മാപ്പിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പയ്യൻ്റെ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ടെന്നാണ് അവനെ കാണിക്കുന്നത്. പക്ക കേരളം പോലെ തന്നെ ഉണ്ട് ഈ സ്ഥലങ്ങളെല്ലാം. നമ്മളവിടുത്തെ മൂക്കിനി മലയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പയ്യൻ്റെ ഗൂഗിൾ മാപ്പ് അവനെ പറ്റിച്ച് നമ്മൾ അവിടെ കണ്ട ഗേറ്റ് പോലെ കണ്ടില്ലേ, സർവണ്ടില്ലേ, അത് തന്നെയാണ് എൻട്രി. 500 മീറ്റർ ഓട്ടിച്ചത് വേസ്റ്റായി. ഗൈസ്, അങ്ങനെ നമ്മൾ പോവേണ്ട സ്ഥലത്തിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ നമ്മൾ താഴെ ഈ സ്ഥലത്ത് വേണം പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇതുവഴി നടന്ന് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലേ, ഇത് തുറന്നിട്ട് ഇതിപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ട് ഒരു പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കയറി നേരെ ഈ കാണുന്ന വഴിയിലൂടെ വേണം നേരെ അകത്തോട്ട് പോവാൻ. ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 1 കിലോമീറ്ററോളം നടക്കാറുണ്ട് കേട്ടോ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് അറിഞ്ഞുവിടാം. നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുകയാണ്, കുറേ നോക്കട്ടെ കയറ്റി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം. ഗൈസ്, അങ്ങനെ നമ്മൾ പതുക്കെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. വഴി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വഴിയാണ്. ഇതാണ് വഴി. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ലേറ്റായി കേട്ടോ. ഇവിടെ 4 മണി വരെ മാത്രമേ ആളെ മുകളിൽ വരെ കയറ്റി വിടുള്ളൂ എന്നുള്ള താഴത്തെ പയ്യന്മാർ പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞ് ചേട്ടാ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, കുറേ കിലോമീറ്ററുകൾ താണ്ടി ഇഞ്ഞ് വന്നതാണ്. അങ്ങനെ കിരവി അവിടെ കിടന്ന്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ സമയം ഇപ്പം 4:15. അവന്മാർ നമുക്കൊരു അരമണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അവിടെ പോയി അവിടുത്തെ സ്ഥലവും കൊണ്ട് തിരിച്ചിറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. പയ്യന്മാരെല്ലാം പോകുന്നുണ്ട്. പയ്യന്മാരെ കൂടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. പയ്യൻ്റെ പേര് പറഞ്ഞാണ് പയ്യൻ. പക്ഷെ ഇവനെ നാട്ടിൽ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. കിട്ടിലൊരു പാറ കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറിയാലോ? കയറുന്ന അല്ലേ? നിങ്ങളൊക്കെ ഭക്തി മാർഗോ കോവില് കാണാൻ വേണ്ടി സ്പീഡിൽ പോകുന്നു. ഇതോടുകൂടി ഇൻസ്റ്റാഗ്രാമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരെയൊക്കെ. നമ്മൾ നടന്ന് ഏകദേശം മേളിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോവിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ചിതറാലി മലൈക്കോയി. അടുത്തോടെ പോകുന്ന നീ എന്നങ്ങോട്ട് പോകാം. നോക്കുന്നതിനെ കാണാമെന്നാ
അടിപൊളി വ്യൂ അല്ലേ? ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് ഭാഗം. കുളത്തിൽ കൈകാലുകൾ കഴുകരുത്. ഇതൊക്കെ മലയാളിയെ മാത്രം ഉദ്ദേശമാണെന്ന് തോന്നുന്നു. കണ്ണ ഏതൊക്കെ വഴിയുണ്ടെന്ന് ഇവിടെ തിരിഞ്ഞ് കയറാനായിട്ട് പോവുകയാണ്. ഇനി വയ്യ കേട്ടോ ഒട്ടും. താഴെ വീണ് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ ആരുമില്ല. ഇവിടെ പയ്യൻ കയറി കുഴിയാണ്. കണ്ണമ്മ കോവിലിന്റെ മണ്ടേ കയറി ഇരിക്കുകയാണ്. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ മലയക്കോയി അല്ല. മെയിനായിട്ടുള്ള നമ്മൾ കണ്ട ആ ഒരു കോവിൽ തന്നെയാണ് കേട്ടോ. അത് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. വേറെ ഒന്നും ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല. നമുക്ക് ഈ പാറയുടെ മണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാം, അത്ര തന്നെ അല്ല. വേറെ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച് ഇവിടെ. നമുക്കെന്തായാലും ആ കോവിലിൽ അങ്ങോട്ട് പോവാം, അതിൻ്റെ മുകളിലോട്ട് കയറാം. അതിൻ്റെ മണ്ടിൽ കയറി ഇരിക്കുകയാണ് കുറേ നേരം കൊണ്ട്. അപ്പോൾ നമ്മളെ കൂടുതൽ 2 പയ്യന്മാരും അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവർ തകർത്ത ഫോട്ടോഷൂട്ടാണ്. നമുക്കിനി ഈ കാണുന്ന കോവിലിനകത്തോട്ട് കയറി പോവാം. ഈ കോവിലിനകത്തോട്ട് കയറാൻ ചെറിയ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് ആ വഴി. ഇതാണ് വഴി കേട്ടോ. ഈ വഴി കയറി വരാം. എവിടെ മേള കയറി നീ എങ്ങനെ? നമുക്ക് ഇനി വെളിയിറക്കേണ്ടി വരും. ആ കയറാ. വാ പയ്യൻ വലിഞ്ഞ് കയറിയിരിക്കുകയാണ്. അയ്യോ നമ്മളങ്ങനെ അതിസാഹസികമായി കോവിലിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. കണ്ണൻ നേരത്തെ വന്നിരിക്കുകയാണ്, മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ, അടിപൊളി. നമുക്കിവിടുന്ന് പതുക്കെ താഴോട്ട് ചാടാൻ നിങ്ങൾ തയ്യാറാണോ? അയ്യോ എടാ നിങ്ങൾ ഇറങ്ങുന്നില്ലേ? വളരെ ഇടുങ്ങിയൊരു വഴിയാണ് ഗായ്സ്, സൂക്ഷിച്ചിറങ്ങണം, അല്ല എന്നുണ്ടെങ്കിൽ തല തട്ടും. മണ്ണുള്ള ആൾക്കാർക്കൊന്നും കയറി പോകാൻ പറ്റില്ല കേട്ടോ. ഈ വഴി ടാസ്ക് ആയിരിക്കും. കോവിലിൽ ഇറങ്ങിയിരിക്കുകയാണ്, താഴോട്ട് പോവുകയാണ്. താഴെ ഉള്ളവന്മാർ നമ്മളിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അവന്മാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കോവിലോട്ട് കയറുന്ന ആൾക്കാരുടെ ഫോൺ നമ്പർ അവന്മാർ വാങ്ങുക കേട്ടോ. ആ നമ്പറിലാണ് അവർ വിളിക്കുന്നത്. നമ്മൾ 2-3 പ്രാവശ്യം വിളിച്ച് ബ്രോ വരുന്നില്ലേ എന്ന്. കാരണം അവന്മാർ സമയം കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി വിട്ടതാണ്. അപ്പോൾ അവന്മാർ പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഈവനിങ്ങൊക്കെ വന്നിരിക്കുക, അത്ര തന്നെ. കാണാൻ വലുതായിട്ടൊന്നുമില്ല ഇതിനകത്ത്. കണ്ണനെ അടുത്ത് ചോദിക്കാം. കണ്ണനാകുമ്പോൾ ഇങ്ങനത്തെ കോവിലിനൊക്കെ പറ്റിയൊക്കെ ഭയങ്കര അറിവാണ്. എന്താണ് പറയാനുള്ളത് കോവിലിനെ പറ്റി? സൺസെറ്റും കാണാം. മുകളിൽ ഈ ജൈന ക്ഷേത്രത്തിന്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കാം. അപ്പോൾ കല്ലുകൊണ്ട് അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ചിത്രങ്ങളെല്ലാം കൊത്തി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എന്നാലും നമുക്ക് ഒരു വല്ലാത്ത ഫീലാണ്. ഈ നല്ല ഉയരത്തിലിരിക്കുന്നുണ്ട്, നല്ല ഒരു വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് ഈ കോവിലിനെ കുറിച്ച് പറയാനുള്ളത്? പറ, പെട്ടെന്ന് പറ. നിനക്ക് എന്താണ് തോന്നുന്നത്? പറ. നല്ല കാറ്റാണ്, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല മലയാളം എല്ലാം കാണാം, അടിപൊളിയാണ്, സെറ്റാണ്. പയ്യന്മാരെല്ലാം പറഞ്ഞ നിങ്ങളെല്ലാം കേട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത കാരണം ബെല്ലൈക്കൺ കൂടെ നിൽക്കാം മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ട് അതുവരെ ബൈ ബൈ.